ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 4. എന്താടാ മോനെ? അഗ്നിയുടെ ശുദ്ധ മലയാളം കേട്ടതും ഫോണിനപ്പുറത്തുള്ളവൻ ഫോൺ മാറ്റിപ്പിടിച്ച് ചെവിയിൽ വിരലിട്ട് ഒന്നിളക്കി. ആടാ, എന്നെ തന്നെ നീ അങ്ങനെ വിളിക്കണം. ഇതൊക്കെ എവിടെ നിന്നും കിട്ടുന്നാവോ? അവൻ അവിടെ ഓരോന്നുണ്ടാക്കി വെക്കുന്നതും പോരാ, അത് ചോദിക്കാൻ വിളിക്കുന്നവന് തെറിയും വിളിക്കണം. അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് എന്തിന്റെ കേടാടാ? എന്തിനാ നീ ഇന്നും പ്രശ്നമുണ്ടാക്കിയത്? നിന്നോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതല്ലേ, ആ മോള് താമസിക്കുന്നിടത്ത് നിൽക്കാതെ എന്റെ വീട്ടിലേക്ക് വന്നോളാൻ. നിന്നെയും എന്നെയും വേർതിരിച്ച് കണ്ടിട്ടില്ലല്ലോ എന്റെ അച്ഛനും അമ്മയും. പിന്നെ എന്തിനാടാ അവിടെ തന്നെ നിന്ന് ഇതൊക്കെ അനുഭവിക്കുന്നേ? എന്തിനാടാ ഇത്രയും വാശി? കഴിഞ്ഞതെല്ലാം മറന്ന് ഇനി ഒന്ന് മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ നിനക്ക്? ആ രാക്ഷസ കൂട്ടങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെട്ടുകൂടെ നിനക്ക്? നിനക്ക് ഞങ്ങളില്ലടാ. ആദ്യ ദേഷ്യത്തിൽ തുടങ്ങി അവസാനമായതും അവന്റെ ശബ്ദത്തിൽ സങ്കടം നിറയുന്നത് അഗ്നി അറിഞ്ഞു. അവന്റെ ചുടികളിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. കാശിനാഥൻ, പ്രിയപ്പെട്ടവർക്ക് അവൻ കാശിയാണ്. തനിക്കും രക്തബന്ധങ്ങൾ തന്നെ ഒരു ഭാരമായി അകറ്റി നിർത്തിയപ്പോൾ സ്വയം ഉൾവലിഞ്ഞ സ്വഭാവമായ തന്നിൽ ഒരുപാട് മാറ്റം വരുത്തിയവൻ. ഒരു സുഹൃത്തിനപ്പുറം പലപ്പോഴും അവൻ തനിക്ക് സഹോദരൻ തന്നെയാണ്. അവൻ മാത്രമല്ല, അവന്റെ അച്ഛൻ കൃഷ്ണനും അമ്മ കല്യാണിക്കും താൻ മകൻ തന്നെയാണ്. കാശിയുടെ അനിയത്തി കാർത്തികയ്ക്ക് താൻ സഹോദരനുമാണ്. പലപ്പോഴും കാശിക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അവർ തനിക്ക് നൽകിയിട്ടുണ്ട്. ഒരമ്മയുടെയും അച്ഛന്റെയും വാത്സല്യവും കരുതലും തനിക്ക് എപ്പോഴും തന്നിട്ടുള്ളവർ. ശരിയാണ്, അവിടെ ചെന്നു നിൽക്കാൻ അവർ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ തന്നെ ഈ അവസ്ഥയിലാക്കിയവരോട് പകരം വീട്ടാതെ ഇവിടെ നിന്നും പോകേണ്ടി വന്നാൽ ഒരു ഭീരുവായി മറ്റുള്ളവർ തന്നെ കാണൂ. അതും പോരാ, തനിക്കും അവർക്കൊപ്പം മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. തന്റെ മനസ്സിൽ എന്താണെന്ന് കാശിക്ക് നന്നായിട്ടറിയാം. അവരോടുള്ള ദേഷ്യം, പക ഒക്കെ വീട്ടുമ്പോൾ തന്റെ ജീവിതവും നശിച്ചു പോകും എന്ന ഭയമാണവന്. ഓർക്കവേ അവന്റെ ചുടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. ഡാ! ഫോണിൽ കൂടെയുള്ള കാശിയുടെ അലർച്ച കേട്ടതും അഗ്നി ഓർമ്മകളിൽ നിന്നും തിരിച്ചു വന്നു. ഹ, നീ ചൂടാവാതെ. അവനെ അവളെ കാണുമ്പോഴൊക്കെ കൈ നിറയെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ലെന്ന് നിനക്കറിയില്ല കാശി. ഒന്നുമില്ലെങ്കിൽ അവർ എന്റെ അനിയനും ഭാര്യയുമല്ലേ? അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞിരുന്നു. ഇന്ന് കൊടുക്കാനുള്ളതൊക്കെ കഴിഞ്ഞല്ലോ. ഇനി അവൻ ഇന്ന് കിട്ടിയതിന്റെ ക്ഷീണം മാറി വരട്ടെ, അപ്പൊ കൊടുക്കാം. ഇന്ന് 10 മണിക്കാണ് RM ഗ്രൂപ്പുമായുള്ള മീറ്റിംഗ്. രാത്രിയാണെന്ന് പറഞ്ഞ് വരാതെ ഇരിക്കരുത്. പിന്നെ അകത്തേക്ക് കയറ്റിയതിന്റെ ഒക്കെ കെട്ടിക്കളഞ്ഞിട്ട് മോൻ വന്നാൽ മതി, കേട്ടല്ലോ. കപട ദേഷ്യത്തോടെ കാശി പറഞ്ഞതും അഗ്നി ചിരിച്ചു. ഓ തമ്പ്ര, അടേനെത്തിക്കോളാം. അതും പറഞ്ഞ് അഗ്നി ഫോൺ വെച്ച് കട്ടിൽ നിന്നും എഴുന്നേറ്റ് ടവലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. മുഖത്തേക്ക് ശക്തമായി വെള്ളം വീശി ഒഴിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അവളുടെ മുഖമായിരുന്നു. അനാമികയുടെ പഠിപ്പ് കഴിഞ്ഞ് ബിസിനസ് ഏറ്റെടുത്ത സമയത്താണ് അനാമികയുടെ ആലോചനയുമായി അച്ഛൻ തന്നെ സമീപിക്കുന്നത്. ലതയെ കല്യാണം കഴിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ആ മനുഷ്യൻ സ്വന്തം മകൻ അനുഭവിക്കുന്നത് ഒക്കെ മനസ്സിലാക്കുന്നത്. പിന്നീട് കുറ്റബോധമായിരുന്നു. എന്നാൽ തന്റെ മകനോട് ഇത്രയും ക്രൂരത കാണിച്ചവരെ അടിച്ചു പുറത്താക്കുന്നതിന് പകരം തന്നെ അദ്ദേഹം ഹോസ്റ്റലിലേക്ക് മാറ്റുമ്പോൾ, അതും തന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആണെന്ന് പറഞ്ഞപ്പോൾ അത്രയും കാലം അദ്ദേഹത്തോടുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും അവിടെ അവസാനിച്ചിരുന്നു. അയാളുടെ സന്തോഷത്തിനു വേണ്ടി താൻ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ വേദനകൾ എല്ലാം വെറുതെയായിരുന്നു. അയാളുടെ സ്വന്തം കാര്യത്തിൽ സ്വാർത്ഥനായി ഒന്നും മറുത്തു പറയാതെ അവിടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ അച്ഛൻ എന്ന ബന്ധവും അവിടെ തന്നെ ഉപേക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം മകനു വേണ്ടി കല്യാണാലോചന കൊണ്ടുവന്ന അച്ഛനെ കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ശക്തമായി എതിർത്തു.
എന്നാൽ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആ സ്ത്രീ അച്ഛനെ മകന് പോലും വിലയില്ലാത്തവനാണെന്ന് പറഞ്ഞതു തരം താണ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ, അത്രയും ആളുകളുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ, ആ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്നത് തന്റെ അമ്മയുടെ സങ്കടം നിറഞ്ഞ മുഖമായിരുന്നു. അമ്മയ്ക്ക് ആ മനുഷ്യനോടുള്ള പ്രണയം 8 വയസ്സുവരെ കണ്ടനുഭവിച്ചിട്ടുള്ളതാണ് താൻ. ആ കണ്ണുകൾ നിറഞ്ഞാൽ തന്റെ അമ്മയുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് ഇഷ്ടമില്ലാതെ കൂടി ആ കല്യാണത്തിന് സമ്മതിച്ചു കൊടുത്തു. കല്യാണമേ കഴിയുന്നതുവരെ പരസ്പരം വിളികളോ കണ്ടുമുട്ടലുകളോ ഉണ്ടായിരുന്നില്ല. അതൊന്നും താനും കാര്യമാക്കിയില്ല. കാരണം മനസ്സുകൊണ്ട് ആ സമയം ഒരു വിവാഹത്തിന് താൻ തയ്യാറല്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തന്നെ മടുത്തുപോയിരുന്നു. തന്റെ സങ്കല്പത്തിന് നേരെ വിപരീതമായ സ്വഭാവമായിരുന്നു അനാമികയുടേത്. പാർട്ടി, ക്ലബ്, ഷോപ്പിംഗ് ഇതൊക്കെയായിരുന്നു അവളുടെ ഇഷ്ടങ്ങൾ. പെട്ടെന്ന് നടന്ന കല്യാണമായതുകൊണ്ട് തന്നെ അവളെ ഭാര്യയായി കാണുവാൻ കുറച്ചു സമയം താൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ അവൾക്ക് അനിഷ്ടമുണ്ടായിരുന്നെങ്കിലും എതിർത്തൊന്നും പറഞ്ഞിരുന്നില്ല. കൂട്ടുകാരുടെ മകൾ ആയതുകൊണ്ട് തന്നെ ലതയ്ക്കും അവളെ ഇഷ്ടമായിരുന്നു. ആ സ്ത്രീയുടെ അതേ സ്വഭാവം കിട്ടിയിട്ടുള്ളവൾ പലപ്പോഴും അവൾ തന്നോട് അടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് തന്നിൽ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയിരുന്നത്. മനസ്സുകൾ തമ്മിൽ അടുപ്പമില്ലാതെ ശരീരം കൊണ്ട് ഒത്തുചേരൽ താൻ ആഗ്രഹിച്ചിരുന്നില്ല. ചെറിയ ചേർത്തു പിടിക്കലിനും ചുംബനങ്ങൾക്കും അപ്പുറം അവളോട് അടുക്കുവാൻ തനിക്ക് സാധിച്ചിരുന്നില്ല. ദിവസങ്ങൾ പോകെ സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ തന്റെ മനസ്സിനെ പാകപ്പെടുത്തി. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുവാനായി ഡിന്നർ അറേഞ്ച് ചെയ്തു. അവളെ കൂട്ടിക്കൊണ്ടുവരുവാനായി വീട്ടിലേക്ക് ചെന്ന തന്നെ കാത്തിരുന്ന കാഴ്ച യാദവിനൊപ്പം കിടക്ക പങ്കിടുന്ന തന്റെ ഭാര്യയായിരുന്നു. യാദവ് അവന് തന്നെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ പ്രവൃത്തി തന്നെ വിഷമിപ്പിച്ചിരുന്നില്ല. എന്നാൽ അനാമിക ഞാൻ കെട്ടിക്കൊടുത്ത താലിയും കഴുത്തിലിട്ട് സഹിച്ചില്ല. കലി തീരും വരെ അവനെയും അവളെയും അടിച്ചു. പിന്നീട് ദിവസങ്ങളോളം കുടിച്ച് ബോധമില്ലാതെ നടന്നു. അന്വേഷിച്ചു വരുവാൻ കാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം അന്വേഷിച്ചപ്പോൾ അവനോട് മറച്ചു പിടിക്കാൻ സാധിച്ചില്ല. എല്ലാം കേട്ട് അവനും വല്ലാത്ത ദേഷ്യമായിരുന്നു. അവൾക്കെതിരെ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ അവൻ പറഞ്ഞതും അതുതന്നെയാണ് നല്ലത് എന്ന് തനിക്കും തോന്നി. എന്നാൽ പിറ്റേ ദിവസം തന്നെ തേടി അവൾ അയച്ച ഡിവോഴ്സ് നോട്ടീസ് വന്നിരുന്നു. എന്നാൽ അതിൽ അവൾ കാരണമായി പറഞ്ഞിരുന്ന കാര്യം കണ്ട് തകർന്നുപോയി. താൻ ഒരാണല്ല എന്ന്, കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും അവളെ ഒന്ന് തൊടുക പോലും ചെയ്യാത്തത് തനിക്ക് അതിനുള്ള കഴിവ് ഇല്ലാത്തതുകൊണ്ടാണെന്ന്, ആ കാരണമൊന്നും കോടതിയിൽ നിന്ന് പോകില്ല എന്നും അവളുടെ സ്വഭാവ ദൂഷ്യം തെളിയിക്കാമെന്നും കാശി സമാധാനിപ്പിക്കാൻ പറഞ്ഞെങ്കിലും തന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്നാൽ കോടതിയിൽ അവൾ എനിക്കെതിരെ സമർപ്പിച്ച തെളിവ് എന്റെ ജീവിതം തന്നെ തകർത്തു. ഞാൻ ആണല്ല എന്ന് ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചിരിക്കുന്ന റിപ്പോർട്ട് പോരാത്തതിന് അവൾ വിർജിനാണെന്നുള്ള റിപ്പോർട്ടും. എല്ലാവർക്കും മുന്നിൽ അപമാനിതനായി നിന്നപ്പോഴും കൂടെയുണ്ടായിരുന്നത് കാശി മാത്രമായിരുന്നു. അച്ഛൻ എന്ന് പറയുന്ന ആൾ തനിക്ക് ഈ അവസ്ഥ വരാൻ കാരണം സ്വന്തം കഴിവുകേടാണെന്ന് വിശ്വസിച്ച് കുറ്റബോധത്താൽ അമ്പല ദർശനത്തിനായി പോയി. പുച്ഛം തോന്നി തനിക്ക്. സ്വന്തം മോനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിൽക്കാതെ ഭീരുവിനെ പോലെ ഓടിപ്പോയ അച്ഛനെ ഓർത്ത് കോടതി അനാമികയ്ക്ക് ഡിവോഴ്സ് നൽകി. അന്ന് തിരിച്ച് വീട്ടിലെത്തിയ തന്നെ കാത്തിരുന്നത് അടുത്ത അടിയായിരുന്നു. തന്റെ അച്ഛന്റെ കമ്പനിയിലും വീട്ടിലും പകുതി അവകാശം അവർ സ്വന്തം പേരിൽ ആക്കിയിരുന്നു. ആശ്ചര്യമൊന്നും തോന്നിയില്ല. താൻ ഒരു ടെസ്റ്റ് പോലും എടുക്കാതെ ഞാൻ ആണല്ല എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുവാൻ പറ്റിയവർക്ക് ഇതൊന്നും അധിക ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. തർക്കിച്ചില്ല. കമ്പനിയിൽ നിന്നും മുഴുവനായി ഒഴിഞ്ഞുകൊടുത്തു. എന്നാൽ അമ്മയുടെ ഓർമ്മകളുള്ള വീട് വിട്ടുപോകുവാൻ മനസ്സ് വന്നില്ല. ഡിവോഴ്സ് കിട്ടി പിറ്റേ ദിവസം യാദവിന്റെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞു. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും മുന്നിൽ കഴിവ് കെട്ടവനായി എല്ലാം കണ്ട് നിൽക്കേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായി. എന്നാൽ തന്നെ ചതിച്ചവരോടുള്ള പക എന്നോ ഒരു നേരമ്പോക്കിനായി കാശിയുമായി തുടങ്ങിയ
AK കൺസ്ട്രക്ഷൻസ്. AK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആവാൻ എടുത്തത് വെറും 1 കൊല്ലം. അച്ഛനുണ്ടാക്കിയ സ്വത്തിനും ഇരട്ടി ഇന്ന് തന്റെ പേരിലുണ്ട്. പക്ഷേ അവളായി നഷ്ടപ്പെടുത്തിയ അഭിമാനം ഇന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഓരോരുത്തരും അത് പറഞ്ഞ് കുത്തി നോക്കുമ്പോൾ മനസ്സിലുണ്ടായ മുറിവ് ചോര കിനിയുമ്പോൾ അത് മറക്കുവാനായി എല്ലാ ദുശീലങ്ങളും ആരംഭിച്ചു. ഇന്നത്തെ അഗ്നിയിലേക്കുള്ള മാറ്റം. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ഓർമ്മകളിൽ നിന്നും അവൻ തിരിച്ചു വന്നു. ഫ്രഷായി വേഗം പുറത്തിറങ്ങി. വേഗം റെഡിയായി കാറിന്റെ കീ എടുത്ത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സോഫയിൽ എന്തോ ആലോചനയിലിരിക്കുന്ന അനാമികയാണ് അഗ്നി കണ്ടത്. അവളെ കണ്ടതും അത്രയും നേരം ശാന്തമായിരുന്ന അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അഗ്നി നടന്നു വരുന്ന ശബ്ദം കേട്ടതും അവൾ മുഖം ഉയർത്തി നോക്കി. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. സ്കിൻ ഫിറ്റ് ബ്ലാക്ക് ഷർട്ടിന്റെ ആദ്യ 2 ബട്ടണുകൾ ഇടാതെ തുറന്നിട്ടിരിക്കുന്നു. അവന്റെ ദൃഢമായ പേശികൾ ആ ഷർട്ടിൽ കൂടുതൽ എടുത്തു കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് ഫോർമൽ പാന്റും ഒരു കൈയിൽ കോർത്ത് പിടിച്ചിരിക്കുന്ന ബ്ലാക്ക് ബ്ലേസറും കാട് പിടിച്ച് വളർന്നിരിക്കുന്ന താടിയും മുടിയും ജെൽ വെച്ചൊതുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. കട്ടിയുള്ള പുരുകങ്ങളും ആരെയും ആകർഷിക്കാൻ കഴിവുള്ള കണ്ണുകളും. അവനെ കണ്ടതും അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവനടുത്തേക്ക് നടന്നു. സർവം മറന്ന് തന്റെ അടുത്തേക്ക് നടന്നു വരുന്നവളെ കണ്ടതും അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അവളുടെ കണ്ണുകളിൽ തന്നോടുള്ള ആസക്തി നിറയുന്നത് അവൻ വെറുപ്പോടെ മനസ്സിലാക്കി. അഗ്നിക്ക് അടുത്തെത്തിയതും അവൾ കണ്ണുകൾ അടച്ച് അവന്റെ ഗന്ധം ആഞ്ഞുശ്വസിച്ചു. അവൾ സ്വന്തമാക്കണമെന്ന് വളരെയധികം കൊതിച്ചിട്ടുള്ള ആ ഗന്ധം. തന്റെ മുന്നിൽ നിൽക്കുന്നവൻ ആരാണെന്ന് പോലും മറന്ന് അവൾ അവനോട് ചേർന്ന് നിന്നു. അവന്റെ ചുണ്ടുകൾ കവരുവാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. താൻ അവനോട് ഇത്ര അടുത്ത് നിന്നിട്ടും ഇത്രയും കാലം ആട്ടി അകറ്റിയ പോലെ അവഗണിക്കാത്തത് അവനും തന്നോട് തനിക്കുള്ള പോലെ താല്പര്യമുണ്ടായി തുടങ്ങി എന്നവൾ മനക്കോട്ട കെട്ടി. അത് അവൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകി. വിജയച്ചിരിയോടെ അവന്റെ ചുണ്ടുകൾ തലോടുവാനായി കൈ ഉയർത്തിയതും അവൾ തെറിച്ചു വീണതും ഒരുമിച്ചായിരുന്നു.